നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ഒപ്പമുണ്ട് MLA എന്ന പദ്ധതിയുടെ ഭാഗമായി കൊടകര കുംഭാരത്തെരുവിൽ ഹൃദയപൂർവ്വം MLA എന്ന പരിപാടി സംഘടിപ്പിച്ചു. പാലപ്പിള്ളി നടാമ്പാടത്ത് കാട്ടാനയുടെ ജഡം കണ്ടെത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് കൊടാലി ഗവൺമെന്റ് LP സ്കൂളിൽ ആധുനിക സൗകര്യങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ 2ാം നില നാടിന് സമർപ്പിച്ചു. ചെമ്പുച്ചിറ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഓണം കളി മത്സരം സംഘടിപ്പിച്ചു. കൊടകര മരത്തോമ്പുള്ളി 2914 നമ്പർ NSS കരയോഗത്തിന്റെ 53ാം വാർഷിക പൊതുയോഗം നടത്തി. വാർത്തകൾ വിശദമായി. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ഒപ്പമുണ്ട് MLA എന്ന പദ്ധതിയുടെ ഭാഗമായി കൊടകര കുംഭാരത്തെരുവിൽ ഹൃദയപൂർവ്വം MLA എന്ന പരിപാടി സംഘടിപ്പിച്ചു. കുംഭാര സൊസൈറ്റി ഹാളിൽ നടന്ന പരിപാടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വിജയപ്രസാദ് കൊടകര അധ്യക്ഷത വഹിച്ചു. കുംഭാര സമുദായ സംസ്ഥാന പ്രസിഡന്റ് വിജയൻ പാടൂക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ VM ആന്റണി, മിനി ദാസൻ, കുംഭാര സമുദായ നേതാക്കളായ സത്യൻ ചൂണ്ടൽ, മിനിമോൾ, രമേശ് ആളൂർ, ചിന്നമണി, സുധീഷ്, വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ ഭക്ഷ്യക്കിറ്റ്, പഠനോപകരണ വിതരണം, ഓണപ്പുടവ എന്നിവ വിതരണം ചെയ്തു. തുടർന്ന് പാരമ്പര്യ കലാപരിപാടികൾ അരങ്ങേറി. സംവിധാനങ്ങളും ഒക്കെ ഇതുപോലെ പണം സുഹൃത്തടിക്കുന്ന ഒരു സ്ഥിതി ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല. ഇതുപോലെ ഒരു പിന്നോക്ക വിഭാഗത്തെ വഞ്ചിക്കുന്ന ഒരു സമീപനം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് ഒരിക്കലും നമുക്ക് കൊടുക്കാനായിട്ട് കഴിയില്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റിനോട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആവശ്യപ്പെടുമെന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു. പാലപ്പിള്ളി നടാമ്പാടത്ത് കാട്ടാനയുടെ ജഡം കണ്ടെത്തി. നടാമ്പാടം ചെമ്പലംകാട് സ്വദേശി വേണാട്ട് ചിന്നമ്മയുടെ പറമ്പിലാണ് പിടിയാനയുടെ ജഡം കണ്ടെത്തിയത്. ശനിയാഴ്ച രാത്രി പട്രോളിങ്ങിനെത്തിയ വനപാലകരാണ് ആനയുടെ ജഡം കണ്ടെത്തിയത്. ജഡത്തിന് ഏകദേശം 4 ദിവസത്തെ പഴക്കമുണ്ട്. ആന ചരിഞ്ഞതിൻ്റെ കാരണം വ്യക്തമല്ല. പാലപ്പിള്ളിയിൽ നിന്ന് വനപാലകരെത്തി പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ അറിയുകയുള്ളൂവെന്ന് വനപാലകർ അറിയിച്ചു. ജനവാസ മേഖലയായ ഈ പ്രദേശത്ത് മാസങ്ങളായി കാട്ടാന ശല്യം രൂക്ഷമാണ്. വനാതിർത്തികളിലെ സോളാർ വേലി തകർത്താണ് കാട്ടാനകൾ മേഖലയിൽ എത്തുന്നത്. ആനക്കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ ആനയാകാം ഇതെന്നാണ് കരുതുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് കൊടാലി ഗവൺമെന്റ് LP സ്കൂളിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ 2ാം നില KK രാമചന്ദ്രൻ MLA നാടിനെ സമർപ്പിച്ചു. വിദ്യാലയത്തിൽ സജ്ജമാക്കിയ ഭരണഘടനാ ചുമരിന്റെ അനാച്ഛാദനവും മേലൂർ നിർമ്മല എഞ്ചിനീയറിംഗ് കോളേജ് നിർമ്മിച്ചു നൽകിയ കുട്ടി റോബോട്ടുകളുടെ സമർപ്പണവും ഇതോടൊപ്പം നടന്നു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P ജോസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, പ്രധാനാധ്യാപിക VS ഷീല, PTA പ്രസിഡന്റ് ഫിറോസ് ഷാ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കൈകൊട്ടിക്കളി, നാടൻപാട്ട് തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. ചെമ്പുച്ചിറ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഓണം കളി മത്സരം സംഘടിപ്പിച്ചു. ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്ര മൈതാനിയിൽ സംഘടിപ്പിച്ച ഓണം കളി മത്സരം ചെമ്പുച്ചിറ മഹാദേവ ക്ഷേത്ര മേൽശാന്തി മനോജ് ശാന്തികൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം MP അഭിലാഷ്, ആഘോഷ കമ്മിറ്റി രക്ഷാധികാരികൾ, കൺവീനർമാർ, ഖജാൻജിമാർ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നാദം ആർട്സ് നെല്ലായി, ട്യൂൺസ് ഇരിഞ്ഞാലക്കുട, സംഗമേശ്വര വനിതാ ടീം ഇരിഞ്ഞാലക്കുട എന്നിവയാണ് പങ്കെടുത്ത ടീമുകൾ. കൂടാതെ വനിതകളുടെ പ്രദർശന കൈകൊട്ടിക്കളിയും ഉണ്ടായിരുന്നു.
കൊടകര മരത്തോമ്പുള്ളി 2914 നമ്പർ NSS കരയോഗത്തിൻ്റെ 53-ാം വാർഷിക പൊതുയോഗം നടത്തി. കരയോഗ ഹാളിൽ പൊതുയോഗം മുകുന്ദപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് D. ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് സദാശിവൻ കുറുവത്ത് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ ബിന്ദു G. മേനോൻ, രവീന്ദ്രൻ K., യൂണിയൻ ഇൻസ്പെക്ടർ രതീഷ്, K. ശശിധരൻ, മോഹനൻ കുറുവത്ത്, രവീന്ദ്രൻ വടക്കൂട്ട്, സത്യഭാമ ടീച്ചർ, രാമൻകുട്ടി പള്ളിപ്പുറത്ത് എന്നിവർ സംസാരിച്ചു. ആദ്യം കത്തിക്കേണ്ട ഈ വിളക്ക് ഇത്രയും വൈകി കത്തിക്കാൻ ഇടയാക്കിയത് ഞാൻ നിങ്ങളുടെ മുൻപിൽ വൈകി എത്തിയത് കൊണ്ടാണ് എന്നുള്ള ആ കുറ്റബോധത്തോടുകൂടി ഇനി നിങ്ങൾ വിളിക്കുന്ന ഒരു പരിപാടിയിൽ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അവിടുത്തെ കുടുംബം എപ്പോഴും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മറ്റത്തൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. കിഴക്കേ കൊടാലി ഗ്രാമമന്ദിരത്തിൽ നടന്ന സംഗമം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് T. ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K. സുകുമാരൻ, ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ, ട്രഷറർ TA. വേലായുധൻ, IR. ബാലകൃഷ്ണൻ, MK. ബാബു, PS. സുരേന്ദ്രൻ, KR. ശശികുമാർ, P. വേണുഗോപാൽ, VV. വനജ, TS. വത്സ എന്നിവർ സംസാരിച്ചു. പ്രവർത്തിച്ചു മുന്നോട്ട് വരുന്നത് നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്തിലും വളരെ അഭിമാനത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൽ രവീന്ദ്രൻ മാഷ് മന്ത്രിയായിരുന്ന സമയത്തും MLA ആയിരുന്ന സമയത്തും അദ്ദേഹം തണൽ എന്ന രീതിയിൽ ഒരു പദ്ധതി കൊണ്ടുവന്ന് എല്ലാ വാർഡുകളിലും വയോജന ക്ലബ്ബ് രൂപീകരിക്കണം എന്നൊരു ആശയം മുന്നോട്ട് കൊണ്ടുവരികയും നമ്മുടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 23 വാർഡിലും വയോജന ക്ലബ്ബ് രൂപീകരിക്കാനും നമുക്ക് സാധിച്ചു. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ്. ലൈഫ് വ്യാമോഹമല്ല, യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യവുമായി KSKTU ആളൂർ സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സംഗമം നടത്തി. കൊമ്പുടിഞ്ഞാമാക്കലിൽ നടത്തിയ ആത്മാഭിമാന സംഗമം KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. PM വിജയൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ MC ഷാജു, MC സന്ദീപ്, KM മുജീബ്, അംബിക ശിവദാസൻ എന്നിവർ സംസാരിച്ചു. തുരുത്തിപ്പറമ്പ് വിനോദ സ്മാരക സാംസ്കാരിക നിലയത്തിന്റെ 20ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനാചരണം നടത്തി. വിനോദ സ്മാരക സാംസ്കാരിക നിലയത്തിന്റെ വാർഷികത്തിന്റെ ഭാഗമായി 2025 ഒക്ടോബർ മുതൽ 2026 ജനുവരി വരെ വിവിധ സാമൂഹിക സാംസ്കാരിക പരിപാടികൾ നടത്തിവരുന്നു. ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി തുരുത്തിപ്പറമ്പിലെ 9, 10 വാർഡുകളിലെ പൊതു റോഡുകളും സാംസ്കാരിക നിലയത്തിന്റെ പരിസരവും ശുചീകരിച്ചു. സാംസ്കാരിക നിലയം പ്രസിഡന്റ് ജിൻസൺ ചാദേലി, വൈസ് പ്രസിഡന്റ് സന്ദീപ് ER, സെക്രട്ടറി നവീൻ ചുള്ളിക്കാട്ടിൽ, സാംസ്കാരിക നിലയം അംഗങ്ങളായ ജിജോ, സുധാകരൻ, അനിൽ, അഭിഷേക് എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 10,945 രൂപ, പവന് 87,560 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ഒപ്പമുണ്ട് MLA എന്ന പദ്ധതിയുടെ ഭാഗമായി കൊടകര കുംഭാരത്തെരുവിൽ ഹൃദയപൂർവ്വം MLA എന്ന പരിപാടി സംഘടിപ്പിച്ചു. പാലപ്പിള്ളി നടാമ്പാടത്ത് കാട്ടാനയുടെ ജഡം കണ്ടെത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് കൊടാലി ഗവൺമെന്റ് LP സ്കൂളിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ 2ാം നില നാടിന് സമർപ്പിച്ചു. ചെമ്പുച്ചിറ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഓണം കളി മത്സരം സംഘടിപ്പിച്ചു. കൊടകര മരത്തോമ്പുള്ളി 2914 നമ്പർ NSS കരയോഗത്തിന്റെ 53ാം വാർഷിക പൊതുയോഗം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.